ഇതിലേതാണ് അശ്വതി, ഏതാ കാർത്തിക, ഏതാ രോഹിണി? എങ്ങനെയാ കണ്ടുപിടിക്കുക? വേഷം മാത്രല്ലേ മാറ്റുള്ളൂ. എന്നാലും ഈ ബാലൻ സാറ് എന്നെ ഏൽപ്പിച്ചൊരു ജോലി. കുട്ടി, ഇവിടെ ഈ അശ്വതി ഏതാ? വരുന്നതാ. ഇതെന്താപ്പ ഇങ്ങനൊരു സാധനം? അശോകൻ ഇതിനെങ്ങനെ മെരുക്കിയെടുക്കും? അശ്വതി തന്നെയാണോ? ഇത് ഭരണി പോലെ ഉണ്ടല്ലോ. എക്സ്ക്യൂസ് മീ, അശ്വതി അല്ലേ? അതെ. എന്താ? ഞാൻ തൊഴിലുവകുപ്പ് എക്സൈസ് മന്ത്രിയുടെ PA. എന്താ വിശേഷിച്ച്? അമ്പടി കള്ളി, ഒന്നും അറിയാത്തതുപോലെ. നിങ്ങൾ എന്തായി പറയുന്നത്? ഞാൻ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് അറിയാമെന്നതാ. ബാക്ക്ഗ്രൗണ്ടോ? ആ, ഫാമിലി ഡീറ്റെയിൽസ്. അത് പോട്ടെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? ഭർത്താവുണ്ട്, 2 കുട്ടികളും ഉണ്ട്. എന്തിനാ? എന്നാലും ഇത് വലിയൊരു ചതിവായി പോയല്ലോ. അശോകനെ കേറി പ്രേമിക്കേ. നിങ്ങൾ ആരുടെ കാര്യം പറയുന്നത്? അശ്വതി കുട്ടിയല്ലേ, അശോകന്റെ അശ്വതി കുട്ടി. ഓ, അശ്വതി കുട്ടി അന്വേഷിച്ചു വന്നതാണല്ലേ? ആ, അതാ വരുന്നു അശ്വതി കുട്ടി. ഞാൻ അശ്വതി ടീച്ചറാ. നല്ല മുഖശ്രീ, നല്ല കണ്ണുകൾ, നല്ല നല്ല. ഇനി ഒന്നും നോക്കാനില്ല, നേരെ തിരുവനന്തപുരത്തേക്ക് പോവാ. എന്റെ കൂടെയല്ലേ മോളെ പോരണേ? നിങ്ങൾ എന്താ അനാവശ്യമായി പറയുന്നത്? പോവാം മോളെ. ഇയാൾ എന്നോട് തിരുവനന്തപുരത്ത് പോകാന്ന്. റാസ്കൽ. നിനക്കിത് കോളേജ് പിള്ളേരുടെ കൈ കൊണ്ടല്ല, ആ SSLC പിള്ളേരുടെ കൈ കൊണ്ടാ കിട്ടേണ്ടത്. പണിക്കരേട്ടാ, ടീച്ചറുടെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിക്കരുത്. ചുമ്മാ പറയുന്ന ടീച്ചറെ. ചുമ്മാ പറയുന്നോ? പണിക്കരേട്ടാ, അവര് നിർദാക്ഷിണ്യം തല്ലിച്ചതച്ചത് ഒരു സഖാവിനെയല്ലേ? അടിയേറ്റ അവശനായ ഈ സഖാവിന്റെ ശരീരപുഷ്ടിക്ക് വേണ്ടി ഒരു പാർട്ടി പിരിവ് നടത്തിക്കൂടെ? അതേടാ, പിരിവ് നടത്താം. കണ്ട കോളേജിന്റെ മുമ്പിൽ പോയി പോക്കൃത്തരം കാണിച്ചിട്ട് തല്ലും കൊണ്ട് വന്നിരിക്കുന്നു. മന്ത്രിയും പണിക്കരേട്ടനും പറഞ്ഞിട്ടല്ലേ ഞാൻ അശ്വതിയെ കാണാൻ പോയത്. ഒന്നുകിൽ ഉടനെ ഒരു പിരിവെടുക്കൂ, അല്ലെങ്കിൽ ഞാൻ ചത്തുപോകും. ടീച്ചറെ, വല്ല ഹോർലിക്സോ ബോൺവിറ്റോ എന്തെങ്കിലും ഒന്ന് കലക്കിത്താ, ഞാനൊന്ന് നിവർന്ന് നിൽക്കട്ടെ. അതൊക്കെ തരാം. അശ്വതി കുട്ടിയെ കണ്ടോ? ഞാൻ ഒരു പരുവായെങ്കിലും കണ്ടു. കുട്ടി കൊള്ളാം. അശോകന് ചേർന്ന അശ്വതി കുട്ടി തന്നെ. കൊച്ചന്തോ, മര്യാദയ്ക്ക് നടന്നു. ടീച്ചറെ പറയുന്നൊന്നും വിശ്വസിക്കണ്ട, ഞാൻ കൂടെ തിരക്കട്ടെ. തിരക്കാൻ വേണ്ടി കോളേജിന്റെ പരിസരത്തെങ്കിലും പോലെ കോവിലകത്ത് അന്വേഷിച്ചാൽ മതി. എനിക്കറിയാം അവിടെ അന്വേഷിക്കേണ്ടതെന്ന്. എന്നാ അങ്ങോട്ട് ചെല്ല്. ടീച്ചറെ, വല്ല ഹോർലിക്സോ ബോൺവിറ്റോ എന്തെങ്കിലും ഉണ്ടെന്ന് വേഗം താ. നോക്കട്ടെ. ഇവിടെ ഇരിക്കാനല്ലേ പറഞ്ഞു? ഏതവനാടാ അത്? വല്ല പിച്ചക്കാരനായിരിക്കും, നോക്ക്. എന്താ ചിരിക്കുന്നത്? ബാബിച്ചേട്ടൻ പറഞ്ഞു അപ്പു ആയിരിക്കും. വരൂ. ബാബിച്ചേട്ടൻ പറഞ്ഞ ആള് തന്നെയാ. ഇരിക്കും. ഗുഡ് മോർണിംഗ്. മനുഷ്യനുണ്ടായിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട ഗുണങ്ങളുണ്ട്. അതിലൊന്നാണ് ഔചിത്യബോധം. അത് അശേഷം തനിക്കില്ല. അതെന്താ? എന്ന് ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഒന്നുറങ്ങാമെന്ന് വിചാരിക്കുന്നു, അപ്പോഴായിരിക്കും തന്നെ അങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്. അത്രേ ഉള്ളൂ. ഓ, സാറിനത് വലിയ കാര്യമല്ലായിരിക്കും. എന്നല്ല, ഇന്നാണെങ്കിൽ ഇന്റർവ്യൂ ഒന്നുമില്ല. എനിക്ക് ഫലിതം പറയാൻ നല്ല മൂടും. എന്നാൽ ചില തമാശകളൊക്കെ പറഞ്ഞ് നിങ്ങളെ രസിപ്പിക്കാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. എന്ത് വേണേ തരാം, ആ വളിപ്പ് മാത്രം പറയരുത്. അവിടെ നിന്നാലേ ധാരാളം പണികളുണ്ടാവില്ലേ? എവിടെ? ചന്ദ്രേട്ടന്റെ വീട്ടില്. എന്ത് പണി? പാചകം. അയ്യോ, അവിടെ അങ്ങനെയുള്ള പണിയൊന്നും ഇല്ല. അതെന്താ, അവിടെ വെപ്പം കൂടി ഒന്നും ഇല്ലയോ? അതൊക്കെ അവരല്ലേ ചെയ്യുന്നത്. ചന്ദ്രേട്ടനും ചേച്ചിയും എന്റെ മേലനങ്ങാൻ സമ്മതിക്കില്ല. എന്നിട്ടാണോ താനൊരു നല്ല പാചകക്കാരനാണെന്ന് ഞാൻ അറിഞ്ഞത്? ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. സത്യം പറ, താനില്ലേ അടുത്ത വെപ്പണി പറയുന്നത്? വല്ലപ്പോഴും തമാശന് ഈ സാമ്പാറിന്റെ കഷ്ണം വല്ലതും.
നമസ്കാരം മുതലാളി. മെല്ലെ 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 ഇറക്ക് മെല്ലെ. പതുക്കെ. ജന്മവാസന കൊണ്ടും കഷ്ടകാലം കൊണ്ടും ഞാൻ ഒരു കലാകാരനായി പോയി. കാശും പണവും മോഹിച്ചിട്ടല്ല ഈ രംഗത്ത് വന്നത്. എങ്കിൽ കിട്ടുന്ന കാശ് എല്ലാവർക്കും തുല്യമായി പങ്കിട്ടതാ. എവിടുന്ന് കിട്ടുന്നു കാശ്? സ്ഥിരമായിട്ട് തല്ലാണല്ലോ എല്ലാവർക്കും കിട്ടുന്നത്. അത് വേണമെങ്കിൽ തുല്യമായിട്ട് പങ്കുവയ്ക്കാം. ഇങ്ങോട്ട് ഇറങ്ങിയതാ. ആപ്പാടം ഉണ്ടായിരുന്ന കിടപ്പാടം വിറ്റ് തുളച്ചിട്ടാ കല ഉദ്ധരിക്കാൻ ഇറങ്ങിയത്. എവിടെ ഇതുപോലുള്ള 3-4 കാൽവാരികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ട്രൂപ്പൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും. ഇന്നലെ ഈ രാഘവന്റെ കാല് ഞാൻ പിടിച്ചാണ് മുതലാളി. കിരീടം വെച്ചോണ്ട് മേക്കപ്പ് റൂമിൽ ഇരുന്ന് ചീട്ട് കളിക്കായിരുന്നു. മോത്ത് തേക്കണ ചായത്തിലൂടെ ഇത്തിരി പോരെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നു. ഇവ ഇങ്ങനെ ചെയ്യോ മുതലാളി? പിന്നെ കഞ്ഞി കുടിക്കാൻ മഴയില്ലാത്ത കുടുംബത്തിൽ നിന്നല്ല ഞാൻ വരുന്നത്. പിന്നെന്താ, ഉള്ളിന്റെ ഉള്ളിൽ സ്വല്പ കലയുണ്ടായിപ്പോയി. പക്ഷെ ചൂഷണം അതാരും തന്നെ എതിർക്കും. കിടപ്പാടം വിറ്റ് കിട്ടിയ കാശിന്റെ 4 ഇരട്ടി ഇപ്പൊ ബാങ്ക് കാണുമല്ലോ. കാറ്, വാന് ഒക്കെ ഞങ്ങളെ പറ്റിച്ചുണ്ടാക്കിയതല്ലേ. ഇങ്ങനെ ഗുരുത്വദോഷം പറഞ്ഞാൽ നീ ജീവിതാവസാനം വരണമെന്നറിയലടാ. അയ്യോ വിശ്വാമിത്ര മഹർഷി ശവിക്കല്ലേ, ഞങ്ങളുടെ ഭാവി ജീവിതം വാടി കരിഞ്ഞു പോകും. ഒറ്റത്തിന് ആത്മഹത്യയല്ലോ ആണ്. ആത്മാർത്ഥത എന്നെ കുത്തുവാള എടുപ്പിച്ചിട്ട് ഇവർക്ക് അടങ്ങുള്ളൂ. ഇന്നലത്തെ ചേർത്ത് എനിക്ക് തരാനുള്ള 365 രൂപ തന്നിട്ട് പോ. കിരിക്കാട് തീരത്തിൽ പൊറി എനിക്ക് മടുത്തു. മുതലാളി ആകെ 5 എണ്ണല്ലേ? എന്ത് അസ്ത്രം 2 എണ്ണമുണ്ട്, ബാക്കി 3 എണ്ണം പോയി. 3 നെഞ്ചത്ത് കയറിയിട്ട് ഇവിടെ തെരഞ്ഞെടുത്തോ.